അധ്യാപകരെന്ന് പറഞ്ഞാൽ ഒരു സ്വൈരവും സമാധാനവും എന്ത് ചെയ്യണില്ല. നമ്മൾ അധ്യാപന വൃത്തി വളരെ സമാധാനമുള്ള ജോലിയാണ്, സംഗതിയൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആ സ്വൈരം ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെ ഈ വാട്സപ്പ് വന്നത് മുതലാണ് അത് എന്നാണ് എന്നെ മനസ്സിലാക്കുന്നത്. അതായത് നമ്മളെ ഈ കോവിഡാനന്തരമാണല്ലോ വാട്സപ്പും ഫേസ്ബുക്ക് അതുപോലെ ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് വിദ്യാഭ്യാസ മേഖല കയറിയത്. അതോടുകൂടി ഇപ്പോൾ സ്കൂളിൽ ലോങ് ബെല്ലടിച്ചാലും രാത്രി 12 മണി വരെ ആയാലും നമ്മൾ രക്ഷിതാക്കൾക്കും മറുപടി കൊടുക്കണം, മേലുദ്യോഗസ്ഥന്മാർക്കും മറുപടി കൊടുക്കണം. സ്കൂള് നമ്മൾ തലയിൽ ഏറ്റിയും കൊണ്ടാണ് എവിടേക്ക് വരുന്നത്, വീട്ടിലേക്ക് വരുന്നത്. വീട്ടിൽ നിന്ന് വീട് തലയിൽ ഏറ്റിയും കൊണ്ടാണ് എവിടേക്ക് പോണത്, സ്കൂൾക്കും പോണത്. പിന്നെ ഏതൊക്കെ മേഖലയിൽ കഴിഞ്ഞ അധ്യാപകരുള്ള വെച്ചാൽ അതൊക്കെ പാടെ തലയിലേറ്റ് ഇതൊക്കെ ഒന്നിങ്ങനെ ഏറ്റി നടന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. നമുക്ക് കപ്പാസിറ്റി ഇല്ലേ മനുഷ്യന്? ആ കപ്പാസിറ്റിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മനുഷ്യർക്ക് ഓരോ പരിമിതി ഉണ്ട്. ആ പരിമിതിക്കപ്പുറം നമ്മളാരും പിന്നെ ദൈവമൊന്നുമല്ലല്ലോ. അതായത് എല്ലാ കാര്യവും ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാം. ഇപ്പം ഗൾഫിലുള്ളൊരു ഭർത്താവെന്ന് വിചാരിക്കുക. അയാൾ പിന്നെ ഓഫീസിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് ജോലി ചെയ്യണതിൻ്റെ അടക്കാവും ഭാര്യ വിളിക്കുക നാട്ടിൽ നിന്ന്. എന്നിട്ട് എന്താ വേഗം വിളിച്ചിട്ട് പറയും പൂച്ച കണ്ടിട്ട് ചാടിക്കൊണ്ട് പറയും. ഇയാൾ എന്ത് ചെയ്യാനാ? സംഗതി നാട്ടിൽ പൂച്ച കണ്ടിട്ട് ചാടിയിട്ടുണ്ട്. പക്ഷെ ആ പൂച്ച കണ്ടിട്ട് ചാടി അതിനെടുക്കാൻ പോകുക എൻ്റെ ഭാര്യ വേഗം ചെയ്യുക. വേഗം ഫോണെടുത്താണ് ഗൾഫിലുള്ള ഭർത്താവിന് പൂച്ച കെട്ടിയാണ്. ഇവൻ പിന്നെ ആ ഓഫീസിൽ ജോലി ചെയ്യണതിന് വല്ല സമാധാനം ഉണ്ടാവും. ഇനി ആ പൂച്ചനെപ്പം എന്താ കാട്ടി, അല്ലെങ്കിൽ തന്നെ അവിടെ വെള്ളമല്ല, ഇനിയിപ്പോൾ എന്താ ആവശ്യമില്ലാത്തൊരു ടെൻഷൻ ആ മനുഷ്യനോട് കൊടുത്തുങ്ങാണ്ട് എന്നിട്ട് പിന്നെ ഇവിടെ അയൽവാസികളെ കുറിച്ച് ഇത് എടുക്കുന്നുണ്ടാവും. അത് വേറെ അതെടുത്താൽ പോരെ, എടുത്തിട്ട് ആ വിവരം ആണെങ്കിൽ രാത്രി എന്ത് ചെയ്യാൻ മതി, ഇന്ന് പൂച്ച കണ്ടിട്ട് ചാടി ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ എന്തൊരു സമാധാനം ഉണ്ടാവും. ഇതല്ല, സ്കൂളിൽ എന്തുണ്ടായാലും അതപ്പം നമുക്ക് വീട്ടിലേക്ക് അറിയിക്കാം. വീട്ടിൽ എന്തുണ്ടായാലും അത് സ്കൂളിൽ ഇരിക്കുമ്പോഴും അറിയാം. നമ്മളെ വേറെ ഏതെങ്കിലും സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇതൊക്കെ പാടെ ഒരു ട്രാഫിക് ജാം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ബ്ലോക്കിൽപ്പെട്ട ഒരവസ്ഥ ഇന്ന് അധ്യാപകന് ലോകത്തുണ്ട്.